സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ചലഞ്ച് വന്നിട്ടുണ്ട്. ആ ചലഞ്ച് എങ്ങനെ ഈസിയായിട്ട് 3 സ്റ്റാർ ചെയ്യാൻ പറ്റിയിട്ടാണ്. സോ അപ്പോൾ ചലഞ്ചിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ കോമറ്റ് മീ ബ്രോ എന്നാണ് തന്നിക്കുന്നത്. സോ ഒരു വാട്സാപ്പിന് 400 XP 25 ജെം ആൻഡ് 1 റിസോഴ്സ് പോർഷനാണ് തന്നിക്കുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആക്ച്വലി വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. സോ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഇവൻറ്റ് കൂടി വന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഡ്രാഗൺ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്. ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. സോ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഡ്രാഗൺ ട്രൂപ്പിനെ വെച്ചിട്ടുള്ളൊരിതാണ്. സോ ഫസ്റ്റ് ടയറിൽ തന്നെ, അതായത് 100 പോയിൻറ്റ്സ് ഏൺ ചെയ്യാതെ തന്നെ നമുക്ക് ആക്ച്വലി സൂപ്പർ ഡ്രാഗനെ ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് 100 പോയിൻറ്റ്സ് ഏൺ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ ഡ്രാഗനെ അൺലോക്ക് ചെയ്ത് കളിപ്പിച്ച് തുടങ്ങാം. സോ 9 ദിവസമാണ് ഈവൻറ്റ് ടൈം എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സൂപ്പർ ഡ്രാഗനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ക്ലാഷ് ഓഫ് ക്ലാൻസ് കുറച്ച് കൂപ്പൺസ് തരും. കൂപ്പൺ കിട്ടാൻ വേറെ കഷ്ടപ്പാടൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. സോ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിലോട്ട് വരും. സോ നോക്കുകയാണെങ്കിൽ ക്ലെയിം ദ വൗച്ചർ പറഞ്ഞിട്ടൊരു സംഭവം കാണിക്കും. സോ ജസ്റ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഐസ് ക്യൂബ്സ് കിട്ടുന്നതാണ്. നോക്കുകയാണെങ്കിൽ ഏകദേശം ആ വൗച്ചർ എന്നൊരു 150 ഐസ് ക്യൂബ്സ് എങ്ങാണ്ടാണ് കിട്ടുന്നത്. പിന്നെ ആക്ച്വലി സൂപ്പർ ഡ്രാഗൺ മെഡൽസും കിട്ടുന്നുണ്ട്. അതും ഒരു 150 or 100 മെഡൽസാണ് ആക്ച്വലി കിട്ടുന്നത്. സോ അത് കിട്ടാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കയറിയത് എടുക്കാൻ നോക്കാം. ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് സൂപ്പർ ഡ്രാഗനെ കിട്ടും. പിന്നെ ആക്ച്വലി സൂപ്പർ ഡ്രാഗൻ്റെ ആർമി കോമ്പോ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓരോ ടൗൺ ഹാളിലും എന്നെ കൊണ്ട് പറ്റുന്നത്ര ആർമി കോമ്പോസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതും ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. സോ മറ്റൊരു കാര്യം പറയാനുള്ള ഗൈസ്, നോക്കുകയാണെങ്കിൽ ഇവിടെ വീക്ക്ലി ഡീൽസിൽ നമ്മുടെ ജെയിൻ ഗോൾഡിൽ ഇനിയും 18 hours ടൈം കാണിക്കുന്നു. സോ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എന്തായാലും അതിന് മുന്നേ എല്ലാവരും ക്ലെയിം ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ഈ അക്കൗണ്ട് ക്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇന്ന് തന്നെ ക്ലെയിം ചെയ്യും. സോ ജസ്റ്റ് ഒരു 400 ട്രോഫീസ് ഇൻ ബിൽഡർ ബാറ്റിൽ എനിക്ക് അച്ചീവ് തന്നെ എനിക്ക് ആക്ച്വലി ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. സോ അത് അച്ചീവ് ചെയ്യുന്നതോടെ ഞാൻ ആക്ച്വലി 1500 ജമ്മാക്കി അത് ക്ലെയിം ചെയ്യും. സോ ബാക്കിയുള്ള അക്കൗണ്ടിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും പറ്റാവുന്നത്ര എല്ലാ ചലഞ്ചും കംപ്ലീറ്റ് ആക്കി ഞാൻ ക്ലെയിം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ഇനി ആക്ച്വലി 1-2 അക്കൗണ്ട്സിൽ മാത്രം റിമൈനിങ് ഉണ്ട്. സോ എന്തായാലും അത് ചെക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് കാര്യം ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്ര ചലഞ്ച് കംപ്ലീറ്റ് ആക്കി എത്രയും വേണം തന്നെ എടുക്കാൻ നോക്കാം. സോ ഇനി അധികം പറഞ്ഞു വൈകുന്നില്ല, നമ്മുടെ ഈ ചലഞ്ചിലോട്ട് പോകാം. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ലെവൽ 16 വാർഡനാണ് വന്നിരിക്കുന്നത്. വിത്ത് ഫയർബോൾ എബിലിറ്റി, അതായത് പുതിയ എബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. ഈ ചലഞ്ച് തന്നിരിക്കുന്നതിന് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്കത് ഫസ്റ്റ് തന്നെ കളിപ്പിച്ച് നോക്കാം. കളിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് താല്പര്യം തോന്നി എടുത്താൽ മതി. സോ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സീസൺ തന്നിട്ടില്ല. സോ ട്രൂപ്സ് നോക്കുകയാണെങ്കിൽ 4 സൂപ്പർ ആർച്ച, 4 ഹീല, 3 ഗോളം, 4 വിച്ച്, 4 അപ്രൻറ്റിസ് വാർഡൻ. സ്പെൽസ് നോക്കുകയാണെങ്കിൽ 3 ഫ്രീസ്, 2 റീക്കോ അതിൻ്റെ 1 പോയിസൺ സ്പെല്ലാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ അറ്റാക്ക് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇത് ബേസിൻ്റെ കാര്യങ്ങൾ നോക്കാം. സോ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഈ റൈറ്റ് സൈഡിൽ 2 ലെവൽ 5 ബിൽഡർ ഹട്ട്സ് ഉണ്ട്, ആൻഡ് 2 ബോംബ് ടവേഴ്സ് ഉണ്ട്, ഒരു എക്സ്ബോ ഉണ്ട്, ആൻഡ് 2 മൊർട്ടാർ, 1 കാനോൺ ആൻഡ് 1 ബറാക്സ് ആണുള്ളത്. സോ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ മൊണോലിത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ ബോംബ് ടവർ, 2 ആർച്ചർ ടവർ, 1 എയർ ഡിഫൻസ് ആണുള്ളത്. സോ ടോപ്പ് സൈഡിലാണ് നമ്മുടെ CC, 4 മൊർട്ടാർ ആൻഡ് ടൗൺ ഹോൾ ഉള്ളത്. സോ ബോട്ടമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഡിഫൻസും തന്നെ ബോട്ടമിലുണ്ട്. സോ എന്തായാലും ഗായ്സ് നേരെ നമുക്ക് അറ്റാക്ക് എടുക്കാം. സോ ഞാൻ റൈറ്റ് സൈഡിൽ ആക്ച്വലി ഒരു ഗോളത്തിന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ തന്നെ ഗ്രാൻഡ് വാർഡൻ ആൻഡ് നമ്മുടെ ഹീലേഴ്സിന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ ഒപ്പം തന്നെ ഇവിടെ ഒരു ഫ്രീസ് ഇറക്കി കൊടുക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ആ സൈഡ് ക്ലിയർ ആവും. സോ മീൻ ടൈം നമ്മളിത് ഇപ്പുറത്തും ഒരു ഗോളത്തിന് ഇറക്കി കൊടുത്തു, 4 വിച്ച് ഇറക്കി കൊടുക്കുക, അതിൻ്റെ ഇവിടെ ഒരു ഫ്രീസും കൂടി ഇട്ട് കൊടുക്കുക. സോ ആ 2 സൈഡും നമ്മൾ ആക്ച്വലി ക്ലിയറായി കിട്ടുന്നതോടെ തന്നെ ആ ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ നമ്മൾ റീകോൾ ചെയ്യുക. അതാണ് ആക്ച്വലി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മൊണോലിത്ത് ഓൾമോസ്റ്റ് കിട്ടാനായിട്ടുണ്ട്. നമ്മൾ വിച്ച് ആക്ച്വലി ആ സൈഡ് ഇറക്കി കൊടുക്കുന്നതിന് നമ്മൾ അഡ്വാൻറ്റേജ് വെച്ചാൽ മൊണോലിത്ത് സിംഗിൾ ടാർഗറ്റാണ്. എന്നാൽ വിച്ച് നോക്കുകയാണെങ്കിൽ സ്പാം അറ്റാക്കാണ്. സോ നോക്കുകയാണെങ്കിൽ വിച്ച് ആ സൈഡ് മൊത്തം എടുത്തതിന് ഞാൻ ജസ്റ്റ് റീകോൾ ചെയ്ത് വെച്ചു. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. സോ മൊട്ടാറും കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് ആക്ച്വലി റീകോൾ ചെയ്യാം. സോ മൊട്ടാറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ മൊത്തത്തിൽ ഇത് റീകോൾ ചെയ്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ഇനി മൊത്തം എല്ലാ ട്രൂപ്സിനും കൂടി നമ്മളങ്ങനെ ഇറക്കി കൊടുക്കുക. സോ നമ്മൾ റീകോൾ ചെയ്ത് സകല ട്രൂപ്സിനാണ് ഇറക്കി കൊടുക്കുക. സോ ഫ്രീസ് എന്താ CC ലൂറായിട്ടുണ്ട്. സോ നമ്മളിത് പോയിസൺ സ്പെല്ല് ഇറക്കി കൊടുക്കുക. ഇനി ആക്ച്വലി വാർഡൻ്റെ എബിലിറ്റി ഇപ്പോൾ ട്രിഗർ ചെയ്യരുത്. നമ്മൾ ആക്ച്വലി CC മറ്റു കാര്യങ്ങൾ നോക്കാം. ടൗൺ ഹാളിനൊക്കെ അടുത്ത് പോകുമ്പോൾ വാർഡൻ്റെ എബിലിറ്റി പെട്ടെന്ന് ഇൻവിൻസിബിലിറ്റി നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ട്രിഗർ ചെയ്യും. സോ അത് ട്രിഗർ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. സോ സിമ്പിളായിട്ട് നമ്മുടെ സൂപ്പർ ആർച്ചേഴ്സും മറ്റ് ട്രൂപ്സും എല്ലാം തന്നെ എടുത്ത് തരും. സോ എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ വാർഡൻ്റെ എബിലിറ്റി ഒന്നും ട്രിഗർ ചെയ്യരുത്, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാം. സോ നോക്കുകയാണെങ്കിൽ അവിടുന്ന് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ പോലെ എടുത്ത് തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി അത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതെന്നുള്ള
എക്സാക്ട്ലി മനസ്സിലാവും. സോ എന്തായാലും അതുവരെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഗൈസ്. വാർഡൻ ഇങ്ങോട്ട് വന്നോട്ടെ. സോ ഇതേ പോയിസൺ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഇൻവിൻസിബിലിറ്റി സ്പെല്ല് വന്നിട്ടുണ്ട്. സോ ഗൈസ് സിംപ്ലി വാർഡൻ്റെ എബിലിറ്റി ട്രിഗർ ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ആ കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമുക്ക് കിട്ടി. ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു. ഞാൻ വാർഡൻ്റെ എബിലിറ്റി ഉപയോഗിച്ച സിമ്പിളായിട്ട് ആ കമ്പാർട്ട്മെൻറ്റ് ഒറ്റ സ്ട്രൈക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഗൈസ് ആ അറ്റാക്ക് നമുക്ക് സിമ്പിളി നമ്മൾ 3 സ്റ്റാർ ചെയ്തിട്ടുണ്ട്. സോ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ചലഞ്ചാണ് ഗൈസ്. എല്ലാവരും എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അല്ല എല്ലാവരും അറ്റാക്ക് ചെയ്യുക. അതിൻ്റെ വാർഡൻ്റെ എബിലിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസ്. സോ അപ്പോൾ ബാക്കി നമ്മൾ സൂപ്പർ ഡ്രാഗൺ ഇവൻറ്റും ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.